പൂവാൻകുറുന്നല, മുയൽച്ചെവി, വിഷ്ണുദൂർവ, കഞ്ഞുണ്ണി, ഒഴിഞ്ഞ, തിരുതാളി, നിലപ്പനാശ, ചെറുളയും മുക്കുറ്റി ദശപുഷ്പനാംന എല്ലാം അറിഞ്ഞതിനും വന്ദനം ചെയ്യുക നിത്യം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്ന സസ്യം ദശപുഷ്പങ്ങളിലൊന്നായ ഉഴിഞ്ഞയെ കുറിച്ചാണ്. കേരളത്തിലുടനീളം കാണപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഉഴിഞ്ഞ. കാർഡിയോസ്പെർമം ഹെലിക്കാകാമ്പം എന്ന ശാസ്ത്രീയ നാമത്തിൽ സാപ്പിൻഡേസിയെ ഫാമിലിയിൽ വരുന്ന ചെടിയാണിത്. ഇംഗ്ലീഷിൽ ഇതിന് ബലൂൺ വൈൻ, ഹാർഡ് സീഡ്, ലവ് ഇൻ എ പഫ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഹാർഡ് സീഡ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ വിത്ത് പാകമാകുമ്പോൾ, ഇത് പാകമാവാത്ത വിത്താണ്, പാകമാകുമ്പോൾ ബ്രൗൺ നിറത്തിലുള്ളതും ഹൃദയത്തിൻ്റെ ആകൃതിയുള്ളതുമായും കാണപ്പെടുന്നു. ബലൂൺ വൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലങ്ങൾ ബലൂണിൻ്റെ ഷേപ്പിന് ആകൃതിയോട് സമാനമുള്ള ആകൃതിയുള്ളത് കൊണ്ടാണ്. ലവ് ഇൻ എ പഫ് എന്നറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഇതിന് ഇന്ദ്രവല്ലി എന്നാണ് നാമം. നമ്മൾ മലയാളത്തിൽ മുമ്പ് കേട്ടിട്ടുള്ള ഇന്ദ്രവല്ലരി പൂച്ചൂടും സുന്ദര ഹേമന്തരാത്രി എന്നത് ഇതിൻ്റെ പൂവിനെ ഉപമിച്ച് പാടിയിട്ടുള്ള പാട്ടാണ്. ഇത് ഒരു വള്ളിച്ചെടിയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. വെളുത്ത നിറത്തിലുള്ള പൂക്കളുണ്ട്. ഇവയുടെ ടെൻഡ്രില്ലുകൾ ഇതിൻ്റെ ടെൻഡ്രില്ലോട് കൂടിയാണ്, ടെൻഡ്രില്ലുകളിലാണ് ഇവ പറ്റിപ്പിടിച്ചു കയറുന്നത്. ഉഴിഞ്ഞയുടെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിന് സമൂലമായിട്ടും അല്ലെങ്കിൽ വേര്, വിത്ത്, ഇല ഒക്കെ ഉഴിഞ്ഞയുടെ ഔഷധ ഗുണമുള്ളതായിട്ട് കാണപ്പെടുന്നു. ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത് ഉഴിഞ്ഞയുടെ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, ഓക്സിഡൻ്റ് ആക്ടിവിറ്റി മുതലായവ തെളിയിക്കുന്നു. ഇനി നമുക്ക് ഉഴിഞ്ഞയുടെ ഔഷധ ഗുണങ്ങളിലേക്ക് കിടക്കാം. സന്ധിവേദനയ്ക്ക് ഉഴിഞ്ഞയുടെ ഇല ആവണക്കെണ്ണ ചേർത്ത് വറുത്തരച്ച് പുറമെ പരട്ടാൻ നല്ലതാണ്. അതുപോലെ വായിലുണ്ടാകുന്ന വായ്പുണ്ണിന് ഉഴിഞ്ഞയില തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നത് നല്ലതാണ്. മൂത്രം ഒഴിഞ്ഞു പോകാൻ വളരെ നല്ലതാണ്. മുടി വളരുന്നതിന് വേണ്ടി ഉഴിഞ്ഞ ഇലയിട്ട് കാച്ചിയ എണ്ണ വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് ഒരു താളിയായിട്ടും ഉഴിഞ്ഞ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് മലത്തെ ഇളക്കുന്ന സ്വഭാവമുണ്ട് ഉഴിഞ്ഞയ്ക്ക്. അതുകൂടാതെ ഉഴിഞ്ഞ ഇല വൃഷണവീക്കത്തിന് പുറമേ പുരട്ടുന്നതിനും ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കും വിഷഹരമായിട്ടും ഉഴിഞ്ഞയെ പറയപ്പെടുന്നു.